ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റിൽ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ നമുക്ക് SKO ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതായത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഷോപ്പിഫൈയിൽ SKO ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ബാർകോഡ് ഉണ്ട്, അപ്പോൾ ഷോപ്പിഫൈയിൽ ഒരു SKO നമ്പറിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന്. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക്, നമ്മൾ ഇൻറ്റേർണലി ഉള്ള നമ്മുടെ സ്റ്റോക്സ് ഒന്ന് കീപ്പ് ചെയ്യണം ഫോർമലായിട്ട്. നമുക്ക് എത്ര സ്റ്റോക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാനുമായിട്ടും അവയർനെസ്സിനും നമുക്ക് ഒരു സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് SKO ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ SKO എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പേജ്, പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന അവിടെ താഴെ SKO എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ SKO ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, SKO എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു SKO ശരിക്കും നമുക്കങ്ങനെ ഒരു പല പ്രോപ്പർ മെത്തേഡ്സ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് പല നമ്മുടെ കമ്പനിയോ ബ്രാൻഡിനെ അനുസരിച്ച് പല മെത്തേഡിൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഐഡിയ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് വുമൺസ്, മെൻ, ആക്സസറീസ്, അതായത് 3 കാറ്റഗറിയാണ് നമ്മുടെ വെബ്സൈറ്റിൽ വരിക എന്ന് വയ്ക്കുക. അതായത് വുമൺസിൻ്റെ അകത്ത് കുറച്ച് സബ് കാറ്റഗറി വരുന്നുണ്ട്, മെൻസിൻ്റെ അകത്ത് കുറച്ച് സബ് കാറ്റഗറി വരുന്നുണ്ട്, ആക്സസറീസിലും കുറച്ച് സബ് കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് എഴുതിക്കുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ പല ബ്രാൻഡ്. അതായത് AND, അതായത് ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ചിലപ്പോൾ എനിക്ക് മെൻസിലും കാണാം, വുമൺസിലും കാണാം. അത് ചിലപ്പോൾ ടീഷർട്ടിൻ്റെ അകത്ത് കാണാം, ജാക്കറ്റ്സ് ആൻഡ് കോട്ട്സിലും കാണാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ മെയിൻ കാറ്റഗറി ആയ വുമൺ, മെൻ, ആക്സറീസ്, ഇതിന് ഒരു കോഡ് ഇട്ടു. അതായത് ഞാനിപ്പോൾ ഒരു ആദ്യത്തെ 3 അക്കം, അതായത് വുമൺസിന് WOM, മെന്നിന് WEMEN, ആക്സറീസിന് ACC, അങ്ങനെ ഒരു 3 കോഡ് ഇട്ടു. അതുപോലെ തന്നെ സബ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ടീഷർട്ട്, ടോപ്സ്, ഇതിനെല്ലാം ഒരു കോഡ് കൂടി ഇട്ടു. അതായത് എളുപ്പത്തിന് മനസ്സിലാകാൻ, എനിക്കൊന്ന് ഷോർട്ട് ഫോം മനസ്സിലാക്കാൻ ടീഷർട്ടിനെ TT എന്നിട്ടു, ടീഷർട്ട് ആൻഡ് ടോപ്സ് ആൻഡ് ഷർട്ടിനെ TS എന്നിട്ടു, സ്വെറ്റേഴ്സ് ആൻഡ് കളറിന് SC എന്നിട്ടു. അങ്ങനെ പല കോഡ്സും ഇട്ടു. ഇനി അതുപോലെ തന്നെ എനിക്കൊരു 100 ബ്രാൻഡ് അല്ലെങ്കിൽ 10 ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡിന് ഞാനൊരു ഡിഫാൾട്ട് ഒരു കോഡ് തന്നെ ഇട്ടു. ഓക്കെ, ഇപ്പോൾ BAB, AND, അങ്ങനെ പല കോഡുകളും ഇട്ടു. അപ്പോൾ ഇനി ഞാൻ ഇതിൽ എങ്ങനെയാ ഒരു SKO ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വുമൺസിൻ്റെ ഒരു പ്രോഡക്റ്റ്, എനിക്കിപ്പോൾ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടെന്ന് വയ്ക്കുക, ഹാൻഡ് ബാഗ്. അപ്പോൾ അത് വുമൺ ഹാൻഡ് ബാഗാണ്. സോ ഞാൻ വുമൺസിൻ്റെ കോഡ് ഇട്ടു, ഒരു ഹൈഫൺ ഇട്ടു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. ഹാൻഡ് ബാഗ് വരുന്നത് ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ടോപ്പ് ആൻഡ് ഷർട്ട് എന്ന് ഉദ്ദേശിക്കാം. ടോപ്പ് ആൻഡ് ഷർട്ടിലല്ല വരുന്നത്, ഞാൻ എന്നാലും ഒരു സാമ്പിളായിട്ട് വുമൺസിൻ്റെ അകത്തുള്ളൊരു കാറ്റഗറി തന്നെ ഇട്ടു. ടോപ്പ് ആൻഡ് ഷർട്ട് വന്നു, വീണ്ടും ഒരു ഹൈഫൺ ഇട്ടു. ഇനി നമുക്ക് ഏത് ബ്രാൻഡാണ് വരുന്നത്, ഇപ്പോൾ AND എന്ന ബ്രാൻഡ് ആണെങ്കിൽ AND കൊടുത്തു, വീണ്ടും ഒരു ഹൈഫൺ ഇട്ടു. ഞാൻ അതിന് ഒരു നമ്പർ ആഡ് ചെയ്യുവാണ്, അതായത് നമ്മൾ എത്രാമത്തെ പ്രോഡക്റ്റാണ് ആഡ് ചെയ്യുന്നത് എന്ന കണക്കിന് ചെയ്യുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ അത് 00001 എന്ന് കൊടുത്തു. ഓക്കെ, 1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ SKO വായിച്ചാൽ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും, വുമൺസിൻ്റെ അകത്താണ്, ടീഷർട്ടിൻ്റെ അകത്താണ്, AND ബ്രാൻഡാണ്, അതിൻ്റെ അകത്ത് വരുന്ന 0001 എന്ന പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുക്കുവാണെങ്കിൽ, നമുക്ക് ഒരു ഹൈഫൺ ഇട്ട് ഓരോന്നും സബ് കാറ്റഗറി പോലെ സെപ്പറേറ്റ് കൊടുക്കുവാണെങ്കിൽ SKO കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്കത് വായിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ എനിക്ക് മെൻസിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മെന്നിൻ്റെ പ്രോഡക്റ്റിനെ, ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഒരു മെൻസിൻ്റെ പ്രോഡക്റ്റാണ്, മെൻസിൻ്റെ അകത്ത് വരുന്ന ഒരു ഹാറ്റാണ്. അപ്പോൾ ഞാൻ ഹാറ്റിന് സാമ്പിളായിട്ട് കോഡ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു ടീഷർട്ട് ആൻഡ് ഷർട്ടാണ് എന്ന് വയ്ക്കാം മെന്നിന്. ഓക്കെ, ഞാനപ്പോൾ TS ആൻഡ് ഷർട്ടിൻ്റെ ഒരു കോഡ് ഇട്ടു, ഒരു ഹൈഫൺ ഇട്ടു, വീണ്ടും ഞാൻ വിബ എന്ന ബ്രാൻഡാണ്, സോ ഞാൻ BIB എന്ന് കൊടുത്തു, ഒരു ഹൈഫൺ ഇട്ടിട്ടു. എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ 2 എന്ന് കൊടുത്തു. സോ ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റും ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യലാണ്. അതിൻ്റെ മെയിൻ കാരണം, നമുക്ക് ഇൻ കേസ് നമുക്ക് ഒരു ബില്ല് വന്നു, ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഒരു ബില്ല് വരുന്ന ടൈമിൽ നമുക്കൊരു ബാർകോഡോ അല്ലെങ്കിൽ ഒരു സ്കാനറോ ആഡ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് കസ്റ്റമർ മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ശരിക്കും SKO യൂസ് ചെയ്യാനാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈയിൽ ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ നോക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഷോപ്പിഫൈയിൽ ഇപ്പോൾ ബൾക്കായിട്ട് SKU കൊടുക്കുന്ന ഒരുപാട് ആപ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും ഒന്ന് നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് ടോട്ടൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഏത് കാറ്റഗറിക്കകത്താണ് വരുന്നത്, ഏത് ബ്രാൻഡാണ് എന്നെല്ലാം ഈ SKU വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. സോ ഇത്രയേ ഉള്ളൂ SKയെ കുറിച്ച്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുവാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.